നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഈ വെണ്ടയ്ക്ക കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ സൂപ്പർ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ചൂട് ടേസ്റ്റ് എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറാണ്. തിന്നോ, കുഴക്കേണ്ട, അത് തിന്നോ. അതോടുകൂടി ചൂട് ചൂടുമാവേ. ശ്രീഹരിയുടെ ശത്രുവാണ് കേട്ടോ വെണ്ടയ്ക്ക. പക്ഷെ ഇന്ന് പറക്കി തിന്നുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഒന്നാമതൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് മീൻ കറിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടയ്ക്ക കറിയാണ് ഞാനിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്. നമുക്ക് ഉച്ചയായിട്ട് അധികം ചൂടൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ വൃശ്ചിക മാസമല്ലേ, മലയ്ക്ക് പോകാനായിട്ട് വ്രതമൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഒന്നാമതൊരു വെജിറ്റബിൾ കറി. ആദ്യം നമുക്ക് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി നമ്മളത് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും വെണ്ടയ്ക്കയാണ് ഇന്ന് കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ മതി. ഇതൊരു ചെറിയ തേങ്ങയുടെ ഒരു മുറിയാണ്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകമാണ് കേട്ടോ. ഇത് 1/4 ടീസ്പൂണേ ഉള്ളൂ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4 അല്ലി ചെറിയ ഉള്ളി, അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ബാക്കി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ പെരുംജീരകം ഒരല്പം മതിയാവും. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. നമുക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പാൻ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഡീപ്പായിട്ടൊന്നും വേണ്ട, എന്നാലും ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ല തട്ടുച്ച സമയമാണ് കേട്ടോ. എന്നാലും നല്ല കാറ്റുണ്ട്, ചിരക്കാറ്റ്, നല്ല സുഖമാണ് ഈ സമയത്തേക്ക്. നമുക്ക് ചൂടൊന്നും നമ്മൾ അധികം അറിയത്തില്ല. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് ഏകദേശമൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആവണ്ട. നമ്മുടെ ആ പച്ച കളറ് അധികം പോകാനും പാടില്ല. കണ്ടോ, ആ വഴുവഴുപ്പൊക്കെ മാറിയിട്ട് ഒന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പരുവം മതി. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. വെണ്ടയ്ക്ക നമുക്ക് കോരി ഒന്ന് മാറ്റി വെക്കാം. വെണ്ടയ്ക്ക നമ്മൾ ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക നേരിട്ട് ഇട്ടാൽ ഒരുപാട് എന്താ പറയുക ഭയങ്കര ഒരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടിട്ടാൽ അത്രയും കൊഴുപ്പ് നമ്മുടെ ആ കറിക്ക് ഉണ്ടാവില്ല, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്ക് ആ കറി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. നമ്മൾ മീൻ കറി പോലെയാണല്ലോ കറി വെക്കുന്നത്. അപ്പം നമുക്ക് മൺചട്ടി തന്നെ ചെയ്തെടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സാധാരണ മീൻ കറിക്കൊക്കെ ചേർത്ത് കൊടുക്കത്തില്ലേ, അതൊക്കെയുള്ള വെള്ളം മതിയാവും. ഒരുപാടങ്ങ് ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയില്ലേ, പിന്നെ ഒരു നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം. ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതേപോലെ ഒന്ന് കീറിയെടുക്കാം നമുക്ക്.
ഇനി ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ ആ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നമ്മുടെ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് പുളിവെള്ളമാണ്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ ഗ്രേവിയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇനി ഒരു 5 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടുതലായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലൊരു മണമായിട്ട് തുറക്കുമ്പോൾ തന്നെ. കണ്ടോ, നമ്മുടെ കറി ഇതേ തയ്യാറായിട്ടുണ്ട്. ആവശ്യത്തിൻ്റെ ഗ്രേവിയും ഒക്കെ ഉള്ള നല്ലൊരു കറിയാണ്. നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക്. ഈ സമയത്ത് ഉപ്പൊക്കെ നമ്മൾ നോക്കിക്കോണം. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് താളിച്ചെടുക്കണം. താളിച്ചെടുക്കാനായിട്ട് ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 3-4 അല്ലി ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഈ ഉള്ളിയൊക്കെ ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ അതേ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഒരു അല്പം മുളക് പൊടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, നമ്മുടെ ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് നമുക്ക് താളിപ്പ് ചേർക്കാം. നമ്മുടെ വെണ്ടയ്ക്ക കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെക്കാം. അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് പോവാതിരിക്കാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഈ വെണ്ടയ്ക്ക കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ സൂപ്പർ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കറി ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.